بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال النبي صلى الله عليه وسلم إن أبر البر صلة المرء أهل ود أبيه بعد أن يولي ഇമാം മുസ്ലിം നൈസാബൂരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ വിയോഗത്തിന് ശേഷം, അവരുടെ വഫാത്തിന് ശേഷം അവരുമായി ബന്ധപ്പെട്ടവരുടെ സ്നേഹിതന്മാരാകാം, കുടുംബക്കാരാകാം, അവരുമായി ആ ബന്ധം അതേപോലെ നിലനിർത്തൽ അല്ലാഹുത്താല ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സുഹൃതമാണ്. അല്ലാഹുത്താലക്ക് ഏറ്റവും പ്രിയമുള്ള അമലുകളാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും. വഴിയിലുള്ള തടസ്സം നീക്കലും, കുടുംബബന്ധം ചേർക്കലും, രോഗിയെ സന്ദർശിക്കലും, യാത്രക്കാരന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കലും, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും, ധർമ്മസ്ഥാപനങ്ങൾ എടുക്കലും അതിനെ സഹായിക്കലും, ഇന്ന് വേണ്ട എല്ലാ നന്മകളും. നമ്മൾ ഈ നന്മകളൊക്കെ ചെയ്യുമ്പം അതിൻ്റെ പ്രതിഫലം കൂടെ അറിഞ്ഞ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊന്നുകൂടെ ആത്മാർത്ഥത വർദ്ധിക്കുക. ചെയ്യുന്ന അമലുകൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുമ്പോൾ ആ വുളു ഏറ്റവും നന്നായി കഴിഞ്ഞാൽ അതേപോലെ അവൻ്റെ നിസ്കാരവും നന്നാക്കാൻ അവനക്ക് സാധിക്കും. കുടുംബത്തിൽ പലരും പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പെങ്ങളാണെങ്കിൽ അതിനേക്കാൾ കഷ്ടപ്പാടിലാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നിന്റെ പെങ്ങൾക്ക് കൊടുക്കണം. ഉമ്മാക്ക് സുഖമില്ല, അതോടൊപ്പം ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കും സുഖമില്ല, ഫസ്റ്റ് പ്രയോറിറ്റി ഉമ്മാക്ക കൊടുക്കേണ്ടത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള അമലുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളുടെ അഹലുകാരുമായിട്ട്, അവരുടെ സ്നേഹിതന്മാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിലനിർത്തൽ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സുഹൃതമാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പെങ്ങന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, അനുജന്മാരെ അവരെത്രത്തോളം സ്നേഹത്തോടെയാണോ അവർ പെരുമാറിയത്, എങ്ങനെയാണോ ആ സ്നേഹം അവർ പരസ്പരം കൈമാറിയത്, അതിന് മൂലച്യുതി വരാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കുടുംബബന്ധം, സ്നേഹബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. ബാപ്പയും ഉമ്മയും മരിക്കലോടുകൂടെ നമ്മുടെ ബന്ധങ്ങൾക്ക് മുറിവ് സംഭവിക്കാൻ പാടില്ല. നീ കല്യാണം കഴിച്ച നിന്റെ ഭാര്യ, അവൾ മരണപ്പെട്ടു പോയാൽ അവളുടെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മന്റെ സ്ഥാനത്താണ്. ആ ഉമ്മയെ നീ പരിചരിക്കലും ആ സ്നേഹബന്ധം നിലനിർത്തലും അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സുഹൃത്തമാണ്. നിന്റെ സ്വന്തം ബാപ്പ മരണപ്പെട്ടപ്പോഴേക്ക് ബാപ്പയുടെ കുടുംബക്കാരുമായിട്ട് അകൽച്ച നീ പ്രാപിക്കാൻ പാടില്ല. അവരോട് നേരത്തെ ഉള്ളതിനേക്കാൾ ഊഷ്മള ബന്ധം നിലനിർത്തണം. അവരെ കാണാൻ പോകുന്ന ഓരോ യാത്രകളും, അവിടത്തേക്കുള്ള ഓരോ വഴിദൂരങ്ങളും നിന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നിമിത്തമാണെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും മഹിലുകാരാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബന്ധങ്ങളെ ചേർത്താനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും അതിലൂടെ സ്വർഗം പുൽകാനും